വലിയ പ്ലാനുകളോടെ നിങ്ങൾ എപ്പോഴെങ്കിലും പുലർച്ചെ 5 മണിക്ക് അലാം വെച്ചിട്ടുണ്ടോ? എന്നിട്ട് അലാം അടിക്കുമ്പോൾ സ്നൂസ് ബട്ടൺ അമർത്തി 8 മണിക്ക് എഴുന്നേറ്റ് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? വിജയികളായ ആളുകൾ നേരത്തെ എഴുന്നേൽക്കുന്നു എന്ന് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും. 1 2 തവണ, ഒരുപക്ഷെ 10 തവണ വരെ നിങ്ങളത് പരീക്ഷിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പഴയ ശീലങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും, ഞാൻ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല, എനിക്ക് ഉറക്കം ആവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ ദിവസത്തിൻ്റെ ആദ്യ മണിക്കൂർ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞാലോ? സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ വിധി തീരുമാനിക്കപ്പെടുമെന്ന് ഒരു മനുഷ്യൻ്റെ കഥയ്ക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിലോ? ഇത് ഒന്നുമില്ലാതിരുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. 5 മണി എന്നത് അവൻ്റെ രഹസ്യ ആയുധമായി മാറുന്നത് വരെയുള്ള കഥ. വീഡിയോയുടെ അവസാനം വരെ എന്നോടൊപ്പം തുടരുക, കാരണം ഇത് നിങ്ങൾ കാത്തിരുന്ന ആ ഉണർത്തുവിളി ആയേക്കാം. പകലും രാത്രിയും ഫാക്ടറികൾ മുഴങ്ങുന്ന ഒരു ചെറിയ വ്യവസായ നഗരത്തിൽ അലക്സ് എന്ന പേരുള്ള 32 വയസ്സുകാരൻ ജീവിച്ചിരുന്നു. അലക്സ് ഒരു ടെക്സ്റ്റൈൽ ഗോഡൌണിലെ രാത്രി സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയായിരുന്നു. എല്ലാ വൈകുന്നേരവും 8 മണിക്ക് അവൻ ഗേറ്റിലെത്തും. എല്ലാ പ്രഭാതത്തിലും 6 മണിക്ക് അങ്ങേയറ്റം തളർന്ന് അവൻ ഉറങ്ങാൻ വീട്ടിലേക്ക് പോകും. അവൻ്റെ ശമ്പളം വളരെ കുറവായിരുന്നു. പൊട്ടിയ ഫാനും നിലത്തെ മെത്തയും പവർ കുറയുമ്പോൾ മിന്നുന്ന ഒരു ബൾബുമുള്ള ചെറിയ ഒറ്റമുറി അപ്പാർട്ട്മെൻറ്റിലായിരുന്നു അവൻ താമസിച്ചിരുന്നത്. അവൻ്റെ വസ്ത്രങ്ങൾ പഴയതായിരുന്നു, ഷൂസിൽ ദ്വാരങ്ങളുണ്ടായിരുന്നു. ശാരീരികമായ ദാരിദ്ര്യത്തെക്കാൾ ഉപരിയായി അലക്സ് ആഴത്തിലുള്ള മറ്റൊന്നാൽ കഷ്ടപ്പെട്ടിരുന്നു. താൻ ഒരു കെണിയിൽ അകപ്പെട്ടതുപോലെ അവന് തോന്നി. ഓരോ പ്രഭാതത്തിലും ജോലി കഴിഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ജനലുകളിലൂടെ മറ്റുള്ളവരുടെ ജീവിതം അവൻ കാണുമായിരുന്നു. കുടുംബങ്ങൾ ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കുന്നു, കുട്ടികൾ സ്കൂളിലേക്ക് ഒരുങ്ങുന്നു, വൃത്തിയുള്ള ഷർട്ടുകൾ ധരിച്ച് പുരുഷന്മാർ ഓഫീസുകളിലേക്ക് പോകുന്നു. അലക്സ് ചിന്തിക്കും, എൻ്റെ ജീവിതം എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? മറ്റുള്ളവർ അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഉണരുമ്പോൾ താൻ വീട്ടിലേക്ക് നടക്കുന്നു. അവൻ മാറാൻ ശ്രമിച്ചിരുന്നു, മെച്ചപ്പെട്ട ജോലികൾക്കായി അപേക്ഷിച്ചു. പക്ഷേ വെറും ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള അവന് മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞു. പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷേ രാത്രി മുഴുവൻ ജോലി ചെയ്ത ശേഷം ഉറങ്ങാനല്ലാതെ മറ്റൊന്നിനും അവന് സാധിക്കുമായിരുന്നില്ല. ഗ്രാമത്തിൽ താമസിക്കുന്ന അവൻ്റെ അമ്മ ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കും. അലക്സ്, എൻ്റെ മോനെ, നിന്റെ ജീവിതം എപ്പോഴാണ് മെച്ചപ്പെടുക? എനിക്ക് പ്രായമായി വരുന്നു. മരിക്കുന്നതിന് മുൻപ് നീ വിജയിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അലക്സ് തൻ്റെ ശബ്ദത്തിൽ സന്തോഷം വരുത്തി പറയും, ഉടനെ ഉണ്ടാകും അമ്മേ, ഞാൻ അതിനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എങ്ങനെ ചെയ്യണമെന്ന് അവന് അറിയില്ലായിരുന്നു. അവനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ സത്യം ഇതായിരുന്നു: അവൻ മടിയനായിരുന്നില്ല. ഓരോ രാത്രിയും അവൻ കഠിനാധ്വാനം ചെയ്തു, മൈലുകളോളം നടന്നു, ജാഗ്രതയോടെ തൻ്റെ കടമ നിർവഹിച്ചു. പക്ഷേ കഠിനാധ്വാനം മാത്രം ഒന്നും മാറ്റുന്നുണ്ടായിരുന്നില്ല. ഒരിടത്തും എത്താത്ത ഒരു ജീവിതത്തിൽ അവൻ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. ഓരോ പ്രഭാതത്തിലും 7 മണിക്ക് കിടക്കയിലേക്ക് തളർന്നു വീഴുമ്പോൾ വൈകുന്നേരം 4 മണിവരെ ഉറങ്ങുമ്പോൾ താൻ പിന്നോട്ടാണ് ജീവിക്കുന്നതെന്ന് അവന് തോന്നി. ലോകം മുന്നോട്ടു പോകുമ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ഒരു ചിന്ത, ഒരു മന്ത്രം പോലെ അവൻ്റെ മനസ്സിലേക്ക് വന്നു: മറ്റൊരു വഴി ഉണ്ടാകണം. പക്ഷെ അത് എന്താണ്? നവംബറിലെ തണുത്ത ഒരു ചൊവ്വാഴ്ച രാവിലെ അലക്സ് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫോൺ ബെല്ലടിച്ചു. അവൻ്റെ സഹോദരിയായിരുന്നു. അലക്സ്, നീ ഉടനെ വീട്ടിൽ വരണം, അമ്മ തളർന്നു വീണു, അവർ ആശുപത്രിയിലാണ്. അവൻ്റെ ഹൃദയം നിലച്ചുപോയി. അവൻ ഗ്രാമത്തിലേക്കുള്ള ആദ്യ ബസ്സിൽ കയറി. 3 മണിക്കൂർ യാത്ര അവന് യുഗങ്ങൾ പോലെ തോന്നി. ചെറിയ ക്ലിനിക്കിൽ എത്തിയപ്പോൾ അമ്മ ബോധത്തോടെ ഉണ്ടായിരുന്നു. ക്ഷീണവും മാനസിക സമ്മർദ്ദവുമാണ് കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. അവർക്ക് വിശ്രമവും നല്ല ഭക്ഷണവും മരുന്നും വേണം. പക്ഷേ അതിനുള്ള പണം അവൻ്റെ കയ്യിലില്ലായിരുന്നു. അമ്മ അവൻ്റെ കൈകളിൽ പിടിച്ച് വിറയലോടെ പറഞ്ഞു, അലക്സ്, എനിക്ക് അധികം സമയമില്ല. എൻ്റെ ജീവിതം പാഴാക്കിയതുപോലെ നീ നിൻ്റെ ജീവിതം പാഴാക്കരുത്. ഒരു വഴി കണ്ടെത്തുക. എനിക്ക് വാക്ക് തരൂ. അമ്മ ഉറങ്ങിയ ശേഷവും അലക്സ് ആ കട്ടിലിനടുത്ത് ഇരുന്നു.
അവൻ ആ ചുക്കിച്ചുളിഞ്ഞ കൈകളിലേക്ക് നോക്കി. പതിറ്റാണ്ടുകളോളം വയലിൽ പണിയെടുത്ത കൈകളാണത്. തന്നെപ്പോലെ തന്നെ അവരും കഷ്ടപ്പെട്ടു. പക്ഷെ എങ്ങും എത്തിയില്ല. അവൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നു. അത് സങ്കടമായിരുന്നില്ല, ദേഷ്യമായിരുന്നു. സ്വന്തം നിസ്സഹായാവസ്ഥയോടുള്ള ദേഷ്യം. അവൻ ക്ലിനിക്കിന് പുറത്തേക്ക് പുലർച്ചയിലെ ഇരുട്ടിലേക്ക് ഇറങ്ങി. സമയം കൃത്യം 5 മണി. ഗ്രാമം ഉറങ്ങുകയായിരുന്നു. പക്ഷെ ചില കർഷകർ വയലിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. പക്ഷികൾ പാടാൻ തുടങ്ങിയിരുന്നു. ആ തണുത്ത പുലർച്ചയിൽ അലക്സ് ഒരു തീരുമാനമെടുത്തു. ഇനി വേണ്ട, ഞാൻ ഇനി ഇങ്ങനെ ജീവിക്കില്ല. എന്ത് വില കൊടുത്തും ഞാൻ ഒരു വഴി കണ്ടെത്തും. തിരികെ നഗരത്തിലേക്കുള്ള ബസ്സിൽ അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവൻ്റെ മുൻപിൽ ഒരു 50 വയസ്സുകാരൻ ഇരിക്കുന്നു. വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശാന്തനായി ഒരു പുസ്തകം വായിക്കുന്നു. അത് നഗരത്തിലെ വലിയ ബിസിനസ്സുകാരനായ മിസ്റ്റർ സ്റ്റേർലിംഗ് ആണെന്ന് അലക്സിന് മനസ്സിലായി. സമയം 6 മണി. ഇത്രയും വലിയ ഒരാൾ പുലർച്ചെ സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കണ്ട് അലക്സ് അത്ഭുതപ്പെട്ടു. അവൻ ധൈര്യം സംഭരിച്ച് ചോദിച്ചു, ക്ഷമിക്കണം സർ, എന്തുകൊണ്ടാണ് താങ്കൾ ഇത്ര നേരത്തെ ഈ ബസ്സിൽ? സ്റ്റേർലിംഗ് ചിരിച്ചു. കാരണം ഞാൻ എല്ലാ ദിവസവും 4:30 എഴുന്നേൽക്കും. ലോകം ഉണരുന്നതിന് മുൻപ് എനിക്ക് വായിക്കാനും ചിന്തിക്കാനും ദിവസം പ്ലാൻ ചെയ്യാനും ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഉറക്കം ആവശ്യമില്ലേ? അലക്സ് ചോദിച്ചു. ഞാൻ രാത്രി 9 മണിക്ക് ഉറങ്ങും. 7.5 മണിക്കൂർ ഉറക്കം എനിക്ക് ധാരാളമാണ്. സ്റ്റേർലിംഗ് അലക്സിന്റെ തളർന്ന മുഖത്തേക്ക് നോക്കി. നീ രാത്രി ജോലി ചെയ്യുകയാണോ? സെക്യൂരിറ്റി ഗാർഡ്? അലക്സ് അതെ എന്ന് പറഞ്ഞു. നീ എപ്പോഴാണ് ഉറങ്ങുക? സാധാരണ രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെ. സ്റ്റേർലിംഗ് തലയാട്ടി. ലോകം ഉറങ്ങുമ്പോൾ നീ ഉണർന്നിരിക്കുന്നു. ലോകം ജോലി ചെയ്യുമ്പോൾ നീ ഉറങ്ങുന്നു. നീ ഒരു കുടുക്കിൽ അകപ്പെട്ടതിൽ അത്ഭുതമില്ല. അദ്ദേഹം അലക്സിനോട് അടുത്തിരുന്നു പറഞ്ഞു. യുവാവേ, 30 വർഷം മുൻപ് എൻ്റെ ജീവിതം മാറ്റിയ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. പുലർച്ചെ 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം മാന്ത്രിക മണിക്കൂറുകളാണ്. മറ്റുള്ളവർ സ്വപ്നം കാണുമ്പോൾ നിനക്ക് നിന്റെ ജീവിതം പണിയാൻ കഴിയുന്ന സമയം. അലക്സിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ തിരി തെളിഞ്ഞു. പക്ഷെ ഞാൻ 6 മണി വരെ ജോലി ചെയ്യണം. സ്റ്റേർലിംഗ് പറഞ്ഞു, നിന്റെ ഉറക്കം മാറ്റുക. രാവിലെ 6:30 വീട്ടിലെത്തിയാൽ ഉടൻ ഉറങ്ങുക. 11:30 എഴുന്നേൽക്കുക. 5 മണിക്കൂർ ഉറക്കം നിനക്ക് അതിജീവിക്കാൻ മതിയാകും. എന്നിട്ട് ലോകം ഉണർന്നിരിക്കുമ്പോൾ നിന്റെ യഥാർത്ഥ ജീവിതം നയിക്കുക. നിനക്ക് ജോലി മാറാൻ സാധിച്ചാൽ എന്നും 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുക. അതാണ് രഹസ്യം. സ്റ്റേർലിംഗ് തൻ്റെ കാർഡ് അവന് നൽകി. ജീവിതം മാറ്റാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. ആ മണിക്കൂറുകൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നീ ഗൗരവത്തോടെ ആണെങ്കിൽ മാത്രം. കാരണം ഇതിന് അച്ചടക്കം ആവശ്യമാണ്. ബസ് അലക്സിന്റെ സ്റ്റോപ്പിലെത്തി. അവൻ ആ കാർഡിലേക്ക് നോക്കി സ്വയം വാക്ക് നൽകി. നാളെ മുതൽ ഞാൻ ഇത് തുടങ്ങും. അന്ന് വൈകുന്നേരം അലക്സ് മിസ്റ്റർ സ്റ്റേർലിങ്ങിനെ വിളിച്ചു. പിറ്റേന്ന് 11 മണിക്ക് അവർ ഒരു കഫേയിൽ വെച്ചു കണ്ടു. സ്റ്റേർലിംഗ് അവനെ അഭിനന്ദിച്ചു. നീ നിന്റെ ഉറക്ക സമയം മാറ്റി, കൊള്ളാം. മിക്കവരും സംസാരിക്കുകയേ ഉള്ളൂ, നീ പ്രവർത്തിച്ചു. ഇനി രാവിലെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അദ്ദേഹം ഒരു നോട്ട് ബുക്കിൽ ഒരു ചിത്രം വരച്ചു. അലക്സ്, നിന്റെ ജീവിതം ഒരു വീടാണെന്ന് കരുതുക. ഇപ്പോൾ നിന്റെ വീട് ഇരുട്ടിലാണ്, തകർന്നു വീഴാറായിരിക്കുന്നു. കാരണം നീ അതിൻ്റെ അടിത്തറയിൽ പണിയെടുക്കുന്നില്ല. നീ വെറും അതിജീവനത്തിലാണ്. അദ്ദേഹം പുലർച്ചെ 5 മുതൽ 7 വരെയുള്ള സമയത്തെ ഫൗണ്ടേഷൻ ബിൽഡിംഗ് ടൈം എന്ന് വിളിച്ചു. ദിവസവും 2 മണിക്കൂർ, ആഴ്ചയിൽ 14 മണിക്കൂർ, മാസത്തിൽ 60 മണിക്കൂർ, വർഷത്തിൽ 730 മണിക്കൂർ. അതായത് വർഷത്തിൽ അധികമായി 91 മുഴുവൻ പ്രവൃത്തി ദിവസങ്ങൾ നിനക്ക് ലഭിക്കുന്നു. മറ്റുള്ളവർ ഉറങ്ങി പാഴാക്കുന്ന സമയം കൊണ്ട് നിനക്ക് 3 മാസം അധികമായി ലഭിക്കുന്നു. അലക്സിന്റെ കണ്ണുകൾ വിടർന്നു. ഈ 2 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഞാൻ പറയാം. ഇത് മാറ്റാൻ പാടില്ലാത്ത ഒരു സിസ്റ്റമാണ്. മണിക്കൂർ 1, രാവിലെ 5 മുതൽ 6 വരെ. സ്കിൽ ബിൽഡിംഗ്. നിന്റെ സാമ്പത്തിക നില മാറ്റാൻ കഴിയുന്ന എന്തെങ്കിലും പഠിക്കുക. TV കാണരുത്, ഫോൺ നോക്കരുത്. ഒരു ഭാഷയോ ഒരു തൊഴിലോ പഠിക്കുക.
യൂട്യൂബിൽ ഇപ്പോൾ എല്ലാം സൗജന്യമാണ്. നിനക്ക് ഒഴികഴിവുകൾ ഒന്നുമില്ല. മണിക്കൂർ 2, 6 മുതൽ 7 വരെ. ശരീരം, മനസ്സ്, 30 മിനിറ്റ് വ്യായാമം. നിന്റെ ശരീരം നിന്റെ വാഹനമാണ്. അത് തകരാറിലായാൽ നിനക്ക് ഒന്നുമില്ല. ബാക്കി 30 മിനിറ്റ് വായിക്കുക, അല്ലെങ്കിൽ നീ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ പ്ലാൻ ചെയ്യുക. സ്റ്റെർലിംഗ് 3 നിയമങ്ങൾ കൂടി പറഞ്ഞു. 1. ശനി ഞായർ എന്നില്ലാതെ എല്ലാ ദിവസവും 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുക. ഇന്ന് വേണ്ട എന്ന് കരുതിയാൽ നീ തോറ്റുപോകും. 2. രാത്രി 9 മണിക്ക് തന്നെ ഉറങ്ങുക. ഉറക്കം കളഞ്ഞ് നിനക്ക് വിജയിക്കാൻ പറ്റില്ല. വിശ്രമ സമയം നീ നിയന്ത്രിക്കണം. 3. ആദ്യ ആഴ്ച നരകമായിരിക്കും. നിന്റെ ശരീരം നിന്നെ വെറുക്കും. മനസ്സ് ഒഴികഴിവുകൾ കണ്ടെത്തും. പക്ഷേ അതിനെ മറികടക്കുക. 21 ദിവസം കൊണ്ട് അത് സാധാരണമാകും. 90 ദിവസം കൊണ്ട് അത് നിന്റെ വ്യക്തിത്വമാകും. സ്റ്റെർലിംഗ് ഗൗരവത്തിൽ പറഞ്ഞു, ഞാൻ നിനക്ക് 3 മാസം നൽകുന്നു. 3 മാസം 5 മണിക്ക് എഴുന്നേറ്റ് ഈ സിസ്റ്റം പിന്തുടരുക. അതിനുശേഷം എൻ്റെ അടുത്ത് വരിക. നീ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കണ്ടെത്താൻ ഞാൻ സഹായിക്കും. നീ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ എന്നെ വിളിക്കരുത്. പ്രയാസമുള്ളപ്പോൾ മുന്നോട്ട് വരുന്നവർക്കാണ് വിജയം. അലക്സിന് ആദ്യമായി ഒരു ലക്ഷ്യം തോന്നി. ഞാൻ ഇത് ചെയ്യും, ഞാൻ നിർത്തില്ല. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് അലാം വിളിച്ചു. അലക്സിന്റെ ശരീരം എതിർത്തു. 1 മണിക്കൂർ കൂടി ഉറങ്ങിക്കൂടെ എന്ന് മനസ്സ് മന്ത്രിച്ചു. പക്ഷേ അവൻ അമ്മയുടെ മുഖവും സ്റ്റെർലിംഗിന്റെ വെല്ലുവിളിയും ഓർത്തു. അവൻ പുതപ്പ് മാറ്റി എഴുന്നേറ്റു. ആദ്യ ആഴ്ച വേദന നിറഞ്ഞതായിരുന്നു. ഉറക്കമില്ലാതെ അവൻ കഷ്ടപ്പെട്ടു. പക്ഷേ 5 മണിക്ക് ഇരുട്ടിലിരുന്ന് അവൻ യൂട്യൂബിൽ അക്കൗണ്ടിംഗ് കോഴ്സുകൾ കാണാൻ തുടങ്ങി. കണ്ണുകൾ നീറി, ശ്രദ്ധ മാറിപ്പോയി. എങ്കിലും അവൻ നിർത്തിയില്ല. 6 മണിക്ക് അവൻ നടക്കാൻ പോയി. തുടർന്ന് ബിസിനസ് ലേഖനങ്ങൾ വായിച്ചു. 20 ദിവസം കഴിഞ്ഞപ്പോൾ അലക്സ് അലാമിന് 2 മിനിറ്റ് മുൻപേ എഴുന്നേറ്റ് തുടങ്ങി. അവൻ്റെ ശരീരം പൊരുത്തപ്പെട്ടു. എക്സൽ ട്യൂട്ടോറിയലുകൾ അവന് മനസ്സിലാക്കാൻ തുടങ്ങി. അവൻ ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ നേടി. പ്രഭാത നടത്തം അവൻ ആസ്വദിച്ചു തുടങ്ങി. എല്ലാവരും ഉറങ്ങുമ്പോൾ താൻ തൻ്റെ ഭാവി പണിയുകയാണെന്ന് തോന്നൽ അവന് ആത്മവിശ്വാസം നൽകി. 2-ാം മാസം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ശരീരഭാരം കുറഞ്ഞു. ചിന്തകൾക്ക് മൂർച്ച കൂടി. ഓഫീസിൽ എല്ലാവരും ചോദിച്ചു, അലക്സ്, നീ ഇപ്പോൾ വ്യത്യസ്തനായിരിക്കുന്നു, എന്താണ് മാറ്റം? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം മാറ്റുകയാണ്, ഓരോ 2 മണിക്കൂർ വെച്ച്. 3-ാം മാസം അലക്സ് താൻ പഠിച്ച കാര്യങ്ങൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഗോഡൌണിലെ സാധനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ അവൻ ഒരു പുതിയ എക്സൽ ഷീറ്റ് ഉണ്ടാക്കി. അവൻ്റെ കമ്പനി ഒരിക്കലും അത് ചെയ്തിരുന്നില്ല. അവൻ അത് സൂപ്പർവൈസറെ കാണിച്ചു. സൂപ്പർവൈസർ അത്ഭുതപ്പെട്ടു. അലക്സ്, നീ ഇത് എവിടെ നിന്ന് പഠിച്ചു? ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് സ്വയം പഠിച്ചതാണ്. ഈ വിവരം ഉടമസ്ഥൻ അറിഞ്ഞു. 87-ാം ദിവസം അലക്സിനെ മാനേജർ ഓഫീസിലേക്ക് വിളിച്ചു. അലക്സ്, ഞങ്ങളുടെ അക്കൗണ്ടിംഗ് വിഭാഗം വികസിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഗോഡൌണിനെ കുറിച്ച് അക്കൗണ്ടിംഗ് അറിയാവുന്ന ഒരാളെ ഞങ്ങൾക്ക് വേണം. നിനക്ക് താല്പര്യമുണ്ടോ? പകൽ ഡ്യൂട്ടിയാണ്, ഇരട്ടി ശമ്പളവും. അലക്സ് സ്തംഭിച്ചുപോയി. 3 മാസം മുൻപ് ഒരു രാത്രി കാവൽക്കാരനായിരുന്ന തനിക്ക് ഇപ്പോൾ ഒരു ഓഫീസ് ജോലി ലഭിച്ചിരിക്കുന്നു. അന്ന് രാത്രി അവൻ സ്റ്റെർലിംഗിനെ വിളിച്ചു. സർ, ഞാനത് ചെയ്തു. 90 ദിവസം ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. ഇന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടി. സ്റ്റെർലിംഗ് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നീ മാറാൻ തയ്യാറുള്ള ഒരാളായിരുന്നു. പക്ഷേ ഓർക്കുക, 5 മണിക്ക് എഴുന്നേൽക്കുന്നത് നിർത്തരുത്. അതൊരു തന്ത്രമല്ല, അത് നിന്റെ ജീവിതമായി മാറണം. ഞാൻ നിർത്തുകയില്ല സർ, ഇതാണ് ഇപ്പോൾ ഞാൻ. 1 വർഷത്തിന് ശേഷം അലക്സ് ആ കമ്പനിയിലെ ലീഡ് അക്കൗണ്ടൻ്റായി. അവൻ അമ്മയെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർക്ക് നല്ല ചികിത്സ നൽകി. ഇന്നും അവൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. എന്തിനാണെന്ന് ചോദിക്കുന്നവരോട് അവൻ പറയും, വിജയം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു ദിവസേനയുള്ള ശീലമാണ്. എൻ്റെ ശീലം തുടങ്ങുന്നത് 5 മണിക്കാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സാഹചര്യം മെച്ചപ്പെടുമ്പോഴല്ല ജീവിതം മാറുന്നത്, അത് ഇപ്പോഴാണ് തുടങ്ങേണ്ടത്. നാളെ രാവിലെ 5 മണിക്ക്. ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലവും നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം ഭാഗ്യമോ അറിവോ മാത്രമല്ല,
മറ്റുള്ളവർ ഉറങ്ങുന്ന സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. രാവിലെ 5 മുതൽ 7 വരെ ലോകം നിശബ്ദമാണ്. ഫോൺ വിളികളില്ല, മീറ്റിങ്ങുകളില്ല, തടസ്സങ്ങളില്ല. നിങ്ങളുടെ മനസ്സും ശരീരവും ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായിരിക്കുന്നത് ഈ സമയത്താണ്. വിജയികളായ സിഇഒമാരും അത്ലീറ്റുകളും നേരത്തെ എഴുന്നേൽക്കുന്നത് അവർ സൂപ്പർ ഹ്യൂമൻ ആയതുകൊണ്ടല്ല, മറിച്ച് പ്രഭാതം ജയിച്ചാൽ ആ ദിവസം ജയിക്കാം എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇതാ നിങ്ങൾക്കുള്ള വെല്ലുവിളി. സ്റ്റെപ്പ് 1, ഇന്ന് രാത്രി അലാം 5 മണിക്ക് തന്നെ വയ്ക്കുക. 5:15 5:30 വേണ്ട. അലാം അടിക്കുമ്പോൾ എഴുന്നേറ്റ് പോയി ഓഫ് ചെയ്യാൻ പാകത്തിൽ ഫോൺ ദൂരെ വയ്ക്കുക. സ്റ്റെപ്പ് 2, ആ ആദ്യ മണിക്കൂറിൽ എന്ത് പഠിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സോ ഒരു പുതിയ ബിസിനസ് ഐഡിയയോ ആകാം. 90 ദിവസം അത് തുടരുക. സ്റ്റെപ്പ് 3, രാത്രി 9 മണിക്ക് ഉറങ്ങുക. വെറുതെ ഫോൺ നോക്കി സമയം കളയരുത്. പാഴാക്കുന്ന വൈകുന്നേരങ്ങളാണ് നിങ്ങളുടെ ശത്രുക്കൾ. 90 ദിവസം നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല. ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് കോടീശ്വരനായെന്ന് വരില്ല, പക്ഷേ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി മാറും. കൂടുതൽ അച്ചടക്കമുള്ള, കഴിവുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തും നേടിയെടുക്കാം. അലക്സിന് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവൻ 5 മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് അവനേക്കാൾ സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റും അവസരങ്ങളുമുണ്ട്. അത് ഉപയോഗിക്കുമോ, അതോ നാളെയും സ്നൂസ് ബട്ടൺ അമർത്തി 5 വർഷത്തിന് ശേഷം പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുമോ? ഓർക്കുക, വിജയം നാളെ രാവിലെ 5 മണിക്ക് തുടങ്ങുന്നു. നിങ്ങളുടെ ഭാവി നിങ്ങളെ കാത്തിരിക്കുകയാണ്. അവരെ ഇനിയും കാത്തിരിപ്പിക്കരുത്.